ആണ് നമ്മുടെ ടോപ്പിക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ പറഞ്ഞതാണ്. സോ സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷനിൽ സെക്കൻഡ് വരുന്ന ടൈപ്പാണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. Compound semiconductors are made from two or more elements from the periodic table. So elemental semiconductor എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ, ഇത് സിലിക്കൺ ഓർ കാർബൺ ഓർ ജെർമീനിയം, അങ്ങനെ ഒരു സിംഗിൾ എലമെൻ്റ് ആയിരുന്നു നമ്മൾ എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ നെയിമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഒരു കോമ്പൗണ്ട് ആയിരിക്കും, മോർ ദാൻ 2 എലമെൻറ്റ്സ് ആയിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബീങ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ദിസ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ വി ഹാവ് ഫർദർ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബൈനറി സെമി കണ്ടക്ടേഴ്സ്, ബൈനറി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ദെൻ ബൈനറി കോമ്പൗണ്ടിൽ ബൈനറി മീൻസ് 2. സോ ഗാലിയം ആഴ്സനൈഡ് അതിനുണ്ട് ഒരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ ടെർണറി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ഇതിൻ്റെ അകത്ത് 3 എലമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ ടെർണറി എന്ന് വിളിക്കും. അലൂമിനിയം ഗാലിയം ആഴ്സനൈഡാണ് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ക്വാട്ടർണറി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ക്വാട്ട് മീൻസ് 4 എലമെൻറ്റ്സ് ആയിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇൻഡിയം ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, ഇൻഡിയം ഗാലിയം ആഴ്സനിക് ഫോസ്ഫൈഡ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന് തന്നെ ക്ലാസിഫിക്കേഷൻസ്. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന പീരിയോഡിക് ടേബിൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. സോ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ആണ് എലമെൻറ്റ് എടുത്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 3-5 കോമ്പൗണ്ട്സ് തേർഡ് ഗ്രൂപ്പിൽ നിന്നും 5th ഗ്രൂപ്പിൽ നിന്നും 13th ഗ്രൂപ്പിൽ നിന്നും 15th ഗ്രൂപ്പിൽ നിന്നും എടുക്കുക. അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്ത് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യാം. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ 3-5 ഗ്രൂപ്പ് കോമ്പൗണ്ട്സ്. സോ നമ്മളതിനെ വിളിക്കുന്ന 3-5 ഗ്രൂപ്പ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3-5 ഗ്രൂപ്പിൽ വരുന്നതെന്ന്. സോ 1 എലമെൻറ്റ് ഫ്രം ദ തേർഡ് ഗ്രൂപ്പ് ആൻഡ് അനദർ ഫ്രം ദ 5th ഗ്രൂപ്പ്, ദെൻ വി വിൽ ഗെറ്റ് 3-5 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 13th അല്ലെങ്കിൽ ഗ്രൂപ്പ് 3യിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടൈറ്റാനിയം. ദെൻ 14 ഓൾറെഡി പറഞ്ഞതാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിൽ. 15th ഗ്രൂപ്പിൽ വരുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ദെൻ ബിസ്മത്ത്. ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻസ് നടത്തിയിട്ട് നമുക്ക് ബൈനറി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യാം. സോ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്ന 3ൽ നിന്നും 5ൽ നിന്നും ആയതുകൊണ്ട് ഈ കോമ്പൗണ്ട്സിനെല്ലാം നമ്മൾ 3-5 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. 3-5 ഗ്രൂപ്പ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് 3-5 കോമ്പൗണ്ട്സിൽ മെയിനായിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് 3ൽ നിന്ന് ഗാലിയം. സോ ഗാലിയം, ദെൻ ഇവിടെ നിന്ന് ആഴ്സനിക്. സോ ഗാലിയം ആഴ്സനൈഡ് ഒരു എക്സാമ്പിളാണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിയം ഫോസ്ഫൈഡ്. ഇവിടുന്ന് ഇൻഡിയവും ഇവിടുന്ന് ഫോസ്ഫറസും. സോ ഇൻഡിയം ഫോസ്ഫൈഡ്. അനദർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ഗാലിയം നൈട്രൈഡ്. ഗാലിയവും ഇവിടുത്തെ നൈട്രജനും. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഡിയവും ഇവിടുത്തെ ആൻറ്റിമോണി. സോ ഇൻഡിയം ആൻറ്റിമൊണൈഡ് INSB. ദെൻ വേറൊരെണ്ണം ഗാലിയം വിത്ത് ആൻറ്റിമോണി. സോ GaSP, ഗാലിയം ആൻറ്റിമൊണൈഡ്. സോ ഇത്രയും ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് 3-5 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്, ഈ കോമ്പൗണ്ട്സ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമ്പിളായിട്ട് ഗാലിയം ആഴ്സനൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 1.43 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇൻഡിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് 1.35 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ദെൻ ഗാലിയം നൈട്രൈഡ് എന്ന് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ദെൻ ഇൻഡിയം ആൻറ്റിമൊണൈഡ് എന്ന് പറയുന്നത് 0.17 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുപോലെ ഗാലിയം ആൻറ്റിമൊണൈഡ് എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ടാണ്. സോ ഡിഫറെൻ്റ് ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പായിട്ട് വരുന്ന സെമി കണ്ടക്ടേഴ്സ്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നമുക്കിത് ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി നിന്ന് കമ്പാരിസൺ നടത്തിയിട്ടാണ് നമുക്കത് ഓരോന്നും ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുക എന്ന് പറയാൻ പറ്റുന്നത്.
ഓക്കെ. സോ 0.17 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന ഇൻഡിയം ആൻറ്റിമൊണൈഡ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 0.17 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നതാണ്. സോ IR LEDs ഒക്കെ IR ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡിയം ആൻറ്റിമൊണൈഡ് യൂസ് ചെയ്യാം. അതുപോലെ 1.43യും IR റേഞ്ചിൽ വരുന്നതാണ്. അതും നമുക്ക് IR ഡിറ്റക്ടേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള ഗാലിയം നൈട്രൈഡ് എന്ന് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ടിലുള്ളത്, അത് അൾട്രാ വയലറ്റ് റേഞ്ചിലുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലൂ കളറുള്ള LED മാനുഫാക്ചർ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂ ആൻഡ് വയലറ്റ് റേഞ്ചിലുള്ള കളേഴ്സ് LEDs ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഈ 3,5 ഗ്രൂപ്പിലെ ഗാലിയം നൈട്രൈഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ 3,5 ഗ്രൂപ്പിൽ ഈ ഫാമിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് ബാൻഡ് ഗ്യാപ്പിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.17 മുതൽ 3.4 ഇത്രയും റേഞ്ചിലുള്ള LEDs അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസ് ബാൻഡ് ഗ്യാപ്പ് എടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ 3,5 ഗ്രൂപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദെൻ അടുത്ത ഫാമിലിയിൽ വരുന്നത് 3,5-ലെ നൈട്രൈഡ്സ് ആയിട്ട് വരുന്നത്, നൈട്രൈഡ്സ് ആയിട്ട് വരുന്നത് 4-ലല്ല 3,5-ലെ നൈട്രൈഡ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നമുക്ക് നൈട്രൈഡ്സ് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ഇൻഡിയം നൈട്രൈഡ്, ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ഗാലിയം നൈട്രൈഡ് വരുന്നുണ്ട്, ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അലൂമിനിയം നൈട്രൈഡ് വരുന്നത് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 6.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ നൈട്രൈഡ്സ് തന്നെ നമുക്ക് വെരി ഹൈ ബാൻഡ് വിഡ്ത്തുള്ള വെരി ഹൈ ബാൻഡ് ഗ്യാപ്പ് എനർജിയുള്ള സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യേണ്ടത് 3,5 ഗ്രൂപ്പിലെ നൈട്രൈഡ്സ് ഫാമിലിയാണ്. സോ അലൂമിനിയം നൈട്രൈഡ് ആണ് ഹയസ്റ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്നത് 6.3 ഇലക്ട്രോൺ വോൾട്ടേജ്. If we use indium gallium nitride, we can make the semiconductor with the band gap from 2 electron volt to 3.4 electron volt. So ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് ട്യൂണിങ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഇൻഡിയം നൈട്രൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് നമ്മളിവിടെ പറഞ്ഞു 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഗാലിയം നൈട്രൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇത് രണ്ടും നമ്മളുടെ ബൈനറി കോമ്പൗണ്ട് സെമി കണ്ടക്ടറിൽ വരുന്നതാണ്. സോ ഇതും ഈ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ടെർണറി ഉണ്ടാക്കിയാൽ, ടെർണറി എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇൻഡിയം ഗാലിയം നൈട്രൈഡ് നമ്മൾക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻസ് ഈ ഓരോ എലമെൻസിൻ്റെയും റേഷ്യോ വേരി ചെയ്ത് നമുക്ക് 2 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 3.4 ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള സെമി കണ്ടക്ടേഴ്സ്, ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്ന സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇൻഡിയത്തിന് X%, ഗാലിയത്തിൻ്റേത് 1 - X% എടുത്ത് നൈട്രജൻ ഫിക്സ്ഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് ഇൻഡിയം എടുത്തിട്ടില്ല എങ്കിൽ ദെൻ ഗാലിയം 1 - 0, ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് GaN ആയിരിക്കും. GaN ആകുമ്പോൾ ഗാലിയം നൈട്രൈഡ് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ 3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇനി X=1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് Ga1 അതായത് ഗാലിയം ഇല്ല നൈട്രൈഡ്, ഇൻഡിയം നൈട്രൈഡ് കിട്ടും. ഇൻഡിയം നൈട്രൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഈ എക്സിൻ്റെ വാല്യൂ 0 to 1, 0% to 100% നമ്മൾ വേരി ചെയ്യുന്നതിന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നതനുസരിച്ച് ഇൻ എഫക്റ്റ് നമ്മൾക്ക് കിട്ടുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 3.4 ഇലക്ട്രോൺ വോൾട്ട് വരെ ബാൻഡ് ഗ്യാപ്പ് വേരി ചെയ്യുന്ന രീതിയിൽ ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആയിരിക്കും. സോ ഇതാണ് നമ്മൾക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾക്ക് ആവശ്യമുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജിയിൽ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻസിൽ ഈ എലമെൻറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ പഠിച്ച എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ, ജെർമീനിയം, കാർബൺ അല്ലെങ്കിൽ ഡയമണ്ട്, അൽഫാറ്റിൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി ഫിക്സ്ഡ് ആണ്. അതിൻ്റെ കോമ്പോസിഷൻസ് മാറ്റിയിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ബാൻഡ് ഗ്യാപ്പിലുള്ള ഒരു സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഒരു അഡ്വാൻറ്റേജായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ് ട്യൂണിങ് നമുക്ക് പറ്റും കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഫാമിലി ഉപയോഗിച്ച്. ഓക്കെ, ഇഫ് യു യൂസ് ദ കോമ്പിനേഷൻ ഫ്രം ഇൻഡിയം ഗാലിയം അലൂമിനിയം നൈട്രൈഡ്, അങ്ങനെ ഇൻഡിയം
indium, gallium, aluminum, nitride. So nitride വരെല്ലാം കോമൺ ആണ്. സോ indium, gallium, aluminum, nitride. സോ നമ്മൾക്ക് ആ എക്സ് വാല്യൂവിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 6.3 ഇലക്ട്രോൺ വോൾട്ട് 2 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 6.3 ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള ബാൻഡ് ഗ്യാപ്പ് വേരിയേഷനുള്ള ഒരു പർട്ടിക്കുലർ സെമി കണ്ടക്ടർ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ അതാണ് നൈട്രൈഡ്സ് ഫാമിലിയിൽ വരുന്ന ബൈനറി ടെർണറി ക്വാട്ടർണറിയുടെ അറേഞ്ച്മെൻറ്റ്സിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ്. ഡിഫറൻറ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജിയിലുള്ള സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ അഡ്വാൻറ്റേജസ് കുറച്ച് പോയിന്റ്സ് നമുക്കിവിടെ ചാർട്ട് ചെയ്യാം. വി ക്യാൻ യൂസ് ഫ്രം ഇൻഫ്രാറെഡ് റീജിയൻ ടു അൾട്രാ വയലറ്റ് റീജിയൻ ആൻഡ് വിസിബിൾ റീജിയൻ. ബ്ലൂ, വയലറ്റ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, അതിൻ്റെയൊക്കെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് എനർജി ഇപ്പോൾ 0.17 മുതൽ 6.3 വരെയുള്ള റേഞ്ചിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് 3-5 ഗ്രൂപ്പിലെ സെമി കണ്ടക്ടേഴ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ അതൊരു പ്ലസ് ആണ്. ദെൻ യൂസ് ടു മേക്ക് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ 3-5 ഗ്രൂപ്പിന് ഒരു അഡ്വാൻറ്റേജിൽ വരുന്നത് നമ്മളിനി വേറെ കുറച്ച് ഗ്രൂപ്പ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാത്തിലും ഈ എൻ ടൈപ്പും പി ടൈപ്പ് ഡോപ്പിംഗ് ഒന്നും പറ്റില്ല. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് 3-5 ഫാമിലിയിൽ വരുന്ന ഒരു സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് പി ടൈപ്പായിട്ടും എൻ ടൈപ്പായിട്ടും നമുക്ക് അതിനെ ഡോപ്പ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഗാലിയം നൈട്രൈഡും ഗാലിയം ആഴ്സനൈഡൊക്കെ നമുക്ക് ഡോപ്പ് ചെയ്ത് ആവശ്യമുള്ള മെറ്റീരിയൽ ആക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കരിയർ മൊബിലിറ്റി ഈസ് വെരി ഹൈ. കരിയർ മൊബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് അതിൻ്റെ കാരിയേഴ്സായ ഇലക്ട്രോൺസിനും ഹോൾസിനും കിട്ടുന്ന വെലോസിറ്റിയാണ് നമ്മൾ കാരിയർ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൽ കരിയർ മൊബിലിറ്റി ഹൈ ആയിരിക്കും. കരിയർ മൊബിലിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഡിവൈസ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു തേർഡ് അഡ്വാൻറ്റേജ് ആണ്. വി ക്യാൻ മാനുഫാക്ചർ ഫ്രം ഒപ്റ്റിക്കൽ റേഞ്ച് ടു ഹൈ ഫ്രീക്വൻസി ആൻഡ് ഹൈ മൊബിലിറ്റി ഡിവൈസസ്. ഇവ മൂന്നും പറഞ്ഞതിൻ്റെ പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഒപ്റ്റിക്കൽ റേഞ്ച് മുതൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈ മൊബിലിറ്റിയിലുള്ള ഡിവൈസൊക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഫാമിലിയിൽ വരുന്ന ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വി ഹാവ് വൈഡ് റേഞ്ച് ഓഫ് ബാൻഡ് ഗ്യാപ്പ് എനർജി. സോ വി ക്യാൻ യൂസ് ട്യൂണിംഗ് ഫോർ ഗെറ്റിംഗ് എ ഡിസൈർഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ട്യൂണിംഗ് എന്ന് പറയുന്നത് അതൊരു ഡിസൈൻ ആസ്പെക്റ്റ് ആണ്. ആ ട്യൂണിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള വൈഡ് ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്ന സെമി കണ്ടക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പോയിന്റ്. ദെൻ അടുത്ത അഡ്വാൻറ്റേജ് നാരോ ബാൻഡ് ഗ്യാപ്പ്, മീഡിയം ബാൻഡ് ഗ്യാപ്പ് ആൻഡ് വൈഡ് ബാൻഡ് ഗ്യാപ്പ് എനർജീസ് ബാൻഡ് ഡിവൈസസ് ആർ പോസിബിൾ. അതായത് 0.17 മുതൽ മീഡിയം ഗ്യാപ്പിലുള്ള 3.7, വൈഡ് ബാൻഡ് ഗ്യാപ്പിലുള്ള 6.3 ഇലക്ട്രോൺ വോൾട്ട് വരെയുന്ന ഇന്ത്യം, അലൂമിനിയം, ഗാലിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്ന എലമെൻറ്റും നമുക്ക് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാൻ പറ്റും. ദേ ബിലോങ്സ് ടു ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞിരുന്നു. സോ നമ്മളുടെ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എല്ലാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്. Then gallium arsenide and indium phosphide are very available for epitaxial growth, same like silicon. Epitaxial growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് തിക്നെസ്സിലുള്ള ഒരു വേഫർ, സിലിക്കൻ്റെ ഒരു ബാർ നമ്മൾ സിലിക്കൺ ടെക്നോളജിയിൽ മാനുഫാക്ചർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഗാലിയം ആർസനൈഡും ഇന്ഡിയം ഫോസ്ഫൈഡിൻ്റെയും കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് സിലിക്കൻ്റെ അതേപോലെയുള്ള എപ്പിറ്റാക്സിയൽ, ലാർജ് സൈസുള്ള എപ്പിറ്റാക്സിയൽ ലെയേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് പറ്റും. സോ അതൊരു ഗാലിയം ആർസനൈഡിൻ്റെയും ഇന്ഡിയം ഫോസ്ഫൈഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിലൊന്നും ഈ ഒരു പോയിന്റ് ഇല്ല. ഈ രണ്ടെണ്ണത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലസ് പോയിന്റ് വരുന്നത്. The epitaxial layers are using for forming very thin layer of single crystal and is possible with gallium arsenide and indium phosphide. Epitaxial layer എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? സോ അല്പം ലാർജ് സൈസിലുള്ള മൈസീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഗാലിയം ആർസനൈഡും ഇന്ഡിയം ഫോസ്ഫൈഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. Then nitride semiconductors in the advantage side, we can make LEDs with a very less power consumption. So nitrides level color LEDs, RGB LEDs ഒക്കെ നമുക്ക് RGB LEDs manufacture, red, green, blue കളറിലുള്ള LEDs ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, സോ ഇത് മൂന്ന് ഉപയോഗിച്ച് വൈറ്റ് കളർ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, വൈറ്റ് LEDs മാനുഫാക്ചർ ചെയ്യാനൊക്കെ നമുക്ക് നൈട്രൈഡ്സ് semiconductors use ചെയ്യാൻ പറ്റും. Panels with hundreds of LEDs are possible with this type of semiconductors. So nitrides compound semiconductor family വരുന്ന അഡ്വാൻറ്റേജ് ആണ്. ഹൺഡ്രഡ്സ് ഓഫ് LEDs ഒരു ഒറ്റ പാനൽ വരുന്ന രീതിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ബൾബൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് 3-5 ഗ്രൂപ്പ് സെമികണ്ടക്ടർ, എസ്പെഷ്യലി നൈട്രൈഡ് ഫാമിലി സെമികണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും.
Then LEDs with the different colors possible, especially white color already പറഞ്ഞതാണ്, റെഡും ഗ്രീനും ബ്ലൂവും then white കളറും ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഈ LED മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഈ നൈട്രൈഡ് ഫാമിലീസ് യൂസ് ചെയ്യുന്നുണ്ട്. We can go for semiconductors the band gap from 2 electron volt to 6.3 electron volt already പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് okay, നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജ് passivating the surface of gallium arsenide is not possible because the formation of gallium oxide is not that easy. Dangling bonds exist as free. സോ ഇത് നമ്മൾ സിലിക്കൺ എലമെൻ്റൽ സെമി കണ്ടക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞതാണ്. സർഫസിൽ വരുന്ന കാർബണിൻ്റെ അല്ലെങ്കിൽ സിലിക്കൻ്റെ ലാസ്റ്റ് ബോണ്ട്, സർഫസിലേക്ക് വരുന്ന ബോണ്ട് ഫ്രീ ആയിരിക്കും. സോ അത് ഓക്സിജനായിട്ട് എക്സ്പോഷർ വരുമ്പോൾ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് SiO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുമെന്നും അത് ഡിഫറൻറ്റ് IC മാനുഫാക്ചറിങ്ങിൽ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. സർഫസ് റീകോമ്പിനേഷൻസ് ഒക്കെ, വെലോസിറ്റി റീകോമ്പിനേഷൻസ് ഒക്കെ, കാരിയർ റീകോമ്പിനേഷൻ വെലോസിറ്റി കുറയുമെന്ന പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അത് സിലിക്കൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഗാലിയം ആഴ്സനൈഡിലേക്ക് വരുമ്പോൾ ഈ ഗാലിയം എന്ന് പറയുന്ന കോമ്പൗണ്ട് സിലിക്കൺ ഓക്സൈഡ് റിയാക്ട് ചെയ്ത് SiO2 ഫോം ചെയ്യുന്നത് പോലെ ഗാലിയം അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യില്ല. സോ അതുകൊണ്ട് ഈ ഫ്രീ ആയിട്ട് വരുന്ന ഈ ബോണ്ട് അല്ലെങ്കിൽ ആ ഇലക്ട്രോണിന് ഒരു പെയർ ഉണ്ടാവില്ല. സോ അതങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ബോണ്ട്സ്, അതിന് ഡാംഗ്ലിംഗ് ബോണ്ട് എന്നാ പറയുക, ഫ്രീ ആയിട്ട് വരുന്ന ബോണ്ടിന് ആ ബോണ്ട്സ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതിങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കും. ടോപ്പ് ലെയറിൽ വരുന്ന ഡാംഗ്ലിംഗ് ബോണ്ട്സ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. വളരെ ഫ്യൂ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് മാത്രം, കുറച്ച് ബോണ്ട് മാത്രമായിരിക്കും ഓക്സിഡേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിയാക്ഷൻ ഇൻവോൾവ് ആയിട്ട് ഫ്രീ അല്ലാതായിട്ടുണ്ടാവുള്ളൂ. സോ നമ്മളറിയാം ഒപ്റ്റിക്കൽ ഡിവൈസൊക്കെ മാനുഫാക്ചറിങ് സമയത്ത് ഒപ്റ്റിക്കൽ ഡിവൈസിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കുറയ്ക്കാനായിട്ട് അത് കാരണമാകും. കാരണം ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഉണ്ടായാൽ ആ ഇലക്ട്രോൺ വന്നിട്ട് ഈ ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടില്ല. സോ അതൊരു ഗാലിയം ആഴ്സനൈഡ് ഡിവൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ പാസിവേറ്റിംഗ് ദ സർഫസ്, പാസിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മേക്കിംഗ് ദ സർഫസ് അൺറിയാക്റ്റീവ് സർഫസ് ആക്കുന്നതിനാണ് നമ്മൾ പാസിവേഷൻ എന്ന് പറയുന്നത്. സോ പാസിവേഷൻ നമുക്ക് പറ്റില്ല. സോ ചാൻസ് ഫോർ സർഫസ് റീകോമ്പിനേഷൻ ഓഫ് കാരിയേഴ്സ് ഈസ് പോസിബിൾ. സർഫസ് റീകോമ്പിനേഷൻ നമ്മൾ പറഞ്ഞ സർഫസിലേക്ക് വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ബോണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു എക്സൈറ്റേഷൻ എനർജി കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണായിട്ട് കോമ്പിനേഷൻ നടത്തിയിട്ട് അതവിടെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഗാലിയം ആഴ്സനൈഡ് സെമി കണ്ടക്ടർ ഡിവൈസിൽ. IC മാനുഫാക്ചറിങ് ടെക്നോളജീസ് ലൈക്ക് നമ്മൾ എലമെൻ്റൽ സെമി കണ്ടക്ടർ അഡ്വാൻറ്റേജിൽ പറഞ്ഞതാണ്. അത് വളരെ വെരി ഹൈ ടെമ്പറേച്ചർ ഫ്രണ്ട്ലി ആണ്. വെരി ഹൈ ടെമ്പറേച്ചറിൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ കേസിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എസ്പെഷ്യലി ഗാലിയം ആഴ്സനൈഡിലേക്ക് വരുമ്പോൾ ഫോട്ടോലിത്തോഗ്രഫി, അയൺ ഇംപ്ലാന്റേഷൻ, അനീലിംഗ് എന്ന് പറയുന്ന കുറേ IC മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്. അതെല്ലാം ഈ കോമ്പൗണ്ട് സെമിക്കണ്ടക്ടർ കേസിൽ അത്രമാത്രം ഡെവലപ്പ് ചെയ്തായിട്ടില്ല. ബട്ട് ദേ ആർ വെരി അഡ്വാൻസ്ഡ് ഇൻ കേസ് ഓഫ് സിലിക്കൺ. സോ കോമ്പൗണ്ട് സെമിക്കണ്ടക്ടറിൽ അത്ര ഡെവലപ്പ് ആയിട്ടില്ല, ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. അതായിരുന്നാലും പോലും കമ്പയർ ടു സിലിക്കൺ അത് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. സോ ലാർജ് വോളിയം പ്രൊഡക്ഷൻസ് ഒക്കെ കോമ്പൗണ്ട് സെമിക്കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഡാംഗ്ലിംഗ് ബോൺസ് ഞാനിപ്പോൾ കാണിച്ചായിരുന്നു. ദെൻ ഡിസഡ്വാൻറ്റേജ് കണ്ടിന്യൂ ചെയ്യുന്നത്, ദേ ആർ വെരി സോഫ്റ്റ് മെറ്റീരിയൽ. സിലിക്കൺ നമ്മൾ പറഞ്ഞു ഹാർഡ് മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ്. സോ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഹാൻഡ്ലിംഗ് ഓഫ് ലാർജ് വേഫേഴ്സ് ആർ നോട്ട് പോസിബിൾ. ബിഗ് സൈസുള്ള ICs ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ബ്രിട്ടൈൽ ഇൻ നേച്ചർ. നമ്മളെടുത്ത് ലെങ്ത്ത് വളരെ സൈസുള്ള ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന്. ദെൻ ഡോപ്പിംഗ് ആൻഡ് അതർ മാനുഫാക്ചറിങ് പ്രോസസ് ആർ വെരി ഡിഫിക്കൽട്ട് കമ്പയർ ടു എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോപ്പിംഗ് അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൽ ഡിഫിക്കൽട്ടാണ്, അത് എക്സ്പെൻസീവുമാണ്. അതേസമയം സിലിക്കണിലൊക്കെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഈസിയാണ്, ബട്ട് ദാറ്റ് മച്ച് ചീപ്പുമാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. സോ സിലിക്കൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എലമെൻ്റാണ് ഈ സിലിക്കോൺ എന്ന് പറയുന്ന എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. അതേസമയം കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് അതിന് ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് അത് ഒരു റിയാക്ഷൻ ചെയ്തിട്ട് നമുക്കത് ഫോം ചെയ്താൽ മാത്രമേ അതൊരു കോമ്പൗണ്ടായിട്ട് മാറുള്ളൂ. സോ അതൊരു പ്രൊഡക്ഷൻ മെത്തേഡ് അതിന് വേണം. അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ എക്സ്പെൻസീവ് ആണ്. സോ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആർ എക്സ്പെൻസീവ്. 10 to 15 times എക്സ്പെൻസീവ് ആയിരിക്കും ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ അടുത്ത ടൈപ്പ് വരുന്ന സെമി കണ്ടക്ടർ ഫാമിലിയാണ് 2,6. അതായത് നമ്മൾ ആദ്യം എടുത്തത് 3,5 ആയിരുന്നു. ദെൻ 3,5ൻ്റെ പുറകിൽ നിന്ന് മാറിയിട്ട് 2,6 സെമി കണ്ടക്ടേഴ്സ്, സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നും 6th ഗ്രൂപ്പിൽ നിന്നുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഏതൊക്കെയാണ് അത് എലമെൻറ്റ്സ് വരുന്നത് നോക്കാം. സോ വൺ എലമെൻറ്റ് ഫ്രം ദ ഗ്രൂപ്പ് 2 ആൻഡ് അനദർ ഫ്രം ദ ഗ്രൂപ്പ് 6 ആർ യൂസ്ഡ് ഹിയർ ടു പ്രൊഡ്യൂസ് 2,6 compound semiconductors. Zinc and cadmium from group 2 and oxygen, sulfur, selenium and tellurium from group 6 are major consideration. So നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് സിങ്ക് ആൻഡ് കാഡ്മിയം, 6th ഗ്രൂപ്പിൽ നിന്ന് ജനറലി വരുന്നത് ഓക്സിജൻ, സൾഫർ, സെലൂനിയം ആൻഡ് ടെലൂറിയം. ഓക്കെ, സോ ഇത്രയും ഫാമിലീസ്, ഇത്രയും കോമ്പൗണ്ട്സ് ആണ്, ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ദെൻ മേജർ കോമ്പൗണ്ട്സ് ആർ സിങ്ക് ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്, സിങ്ക് സെലിനൈഡ്, ദെൻ കാഡ്മിയം ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം ടെലൂറൈഡ് തുടങ്ങിയ കോമ്പിനേഷൻസിലെല്ലാം നമുക്ക് 2,6 compound semiconductors അവൈലബിൾ ആണ്. One of the disadvantages is except for cadmium telluride both n-type and p-type doping is not possible. So cadmium telluride ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സെമി കണ്ടക്ടേഴ്സും, ഈ ഫാമിലിയിൽ വരുന്ന എല്ലാ സെമി കണ്ടക്ടേഴ്സും പി ടൈപ്പും എൻ ടൈപ്പും നമുക്ക് ചെയ്യാൻ പറ്റില്ല. either they will be in p nature, ഓട്ടോമാറ്റിക്കായിട്ട് പി നേച്ചർ ഉള്ളതോ അല്ലെങ്കിൽ എൻ നേച്ചർ ഉള്ളതോ ആയിരിക്കും. സോ പി ടൈപ്പും എൻ ടൈപ്പും ബോത്ത് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള രീതിയിൽ കാഡ്മിയം ടെലൂറൈഡ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. ബട്ട് ബാക്കി വരുന്ന കോമ്പൗണ്ട്സ് എല്ലാം either they will be n in nature or p will be p in nature. ഇതിൻ്റെ അകത്ത് തന്നെ മോസ്റ്റ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ആർ n in nature. ഓക്കെ, സോ അതിൻ്റെ അകത്ത് വരുന്ന മിക്കതും n ടൈപ്പ് നേച്ചറുള്ള സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും നമുക്കവിടെ വരുന്നത്. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദം ആർ എൻ നേച്ചർ. പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ ഫാമിലിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്സും മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സും എൻ ടൈപ്പ് ആയിരിക്കും. സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, സിങ്ക് സെലിനൈഡ് എക്സെട്ര ആർ എൻ ടൈപ്പ്, വൈൽ സിങ്ക് ടെലൂറൈഡ് എന്ന് പറയുന്നത് എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. All other 2,6 compounds are n-type in nature except cadmium telluride which is showing both n-type and p-type in nature. Already നമ്മൾ പറഞ്ഞതാണ് ഈ പോയിന്റ്സ് ഒക്കെ. Since doping is not available for making making of p-n junction is not possible and so they are not good for making junction devices. ജനറലായിട്ട് ഈ ഡിവൈസിൽ നമുക്ക് പി ടൈപ്പ് എൻ ടൈപ്പും സിംഗിൾ ഡിവൈസിൽ മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് ജംഗ്ഷൻ ഡിവൈസ് ഒന്നും മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള 2,6 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? സോ ആപ്ലിക്കേഷൻസ് ആയിട്ട് 2-3 പോയിന്റ്സ് പറയാൻ പറ്റുന്നത് സിങ്ക് സൾഫൈഡും, ദെൻ സിങ്ക് സൾഫൈഡ് ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് ഇഫ് സിൽവർ ആൻഡ് മാംഗനീസ്. സിൽവറും മാംഗനീസും സ്ലൈറ്റ്ലി സിങ്ക് സൾഫൈഡിൽ ഡോപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് CRT ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ആപ്ലിക്കേഷനായിട്ട് പറയാൻ പറ്റും. സിങ്ക് സൾഫൈഡ് സിൽവർ ഓർ മാംഗനീസ് ഡോപ്പ് ചെയ്തിട്ട് സ്ലൈറ്റ്ലി ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ സെമി കണ്ടക്ടേഴ്സ് CRT മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മെർക്കുറിക് കാഡ്മിയം ടെലൂറൈഡ്. മെർക്കുറിക് കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്, മെർക്കുറിക് കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IR ഡിറ്റക്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. IR ഡിറ്റക്ടർ, ഇൻഫ്രാറെഡ് ഡിറ്റക്ടറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ തന്നെ HGX-CD1-XTE ഈ രീതിയിൽ ട്യൂൺ ചെയ്ത് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ട്യൂൺ ചെയ്ത് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിങ്ക് സെലിനൈഡ് ആൻഡ് സിങ്ക് സൾഫൈഡ്. ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റീവ് വിൻഡോസ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റീവ് വിൻഡോസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന 2,6 ഫാമിലിയിലെ മെമ്പർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ന്യൂക്ലിയർ റേഡിയേഷൻ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ന്യൂക്ലിയർ റേഡിയേഷൻ ഡിറ്റക്ടറായിട്ട് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കാഡ്മിയം സൾഫൈഡും കാഡ്മിയം ടെലൂറൈഡുമാണ്. ഈ രണ്ട് കോമ്പൗണ്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് സോളാർ സെൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് 2,6 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ. ഈവൻ ദോ ദേ ആർ നോട്ട് ഗുഡ് ഫോർ മേക്കിംഗ് PN ജംഗ്ഷൻ ഡിവൈസ്, നമുക്ക് ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഫാമിലിയിൽ വരുന്നത് 4,6 കോമ്പൗണ്ട്സ് ആണ്. 4,6 കോമ്പൗണ്ട്സിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഡെഫിനിഷൻസ് വളരെ ക്ലിയർ ആണ്. 4,6 കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 element ഫ്രം ഗ്രൂപ്പ് 4 ആൻഡ് അനദർ ഫ്രം 6 ആർ യൂസ്ഡ്. സോ 4th ഗ്രൂപ്പിലെ എലമെൻറ്റ് സിലിക്കൺ, ജെർമീനിയം, കാർബൺ എന്ന 4th or 14th ഗ്രൂപ്പിലെ എലമെൻറ്റും ദെൻ 16th or 6th ഗ്രൂപ്പിലെ എലമെൻറ്റ്സും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യാം. സോ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെയൊക്കെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ലോ ബാൻഡ് ഗ്യാപ്പിലുള്ള സെമി കണ്ടക്ടേഴ്സൊക്കെ നമുക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് എസ്പെഷ്യലി 4,6 കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ സെമി കണ്ടക്ടേഴ്സ് ഫ്രം ദിസ് ഫാമിലി ഹാവ് വെരി ലോ ബാൻഡ് ഗ്യാപ്പ് എനർജി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെരി ലോ ബാൻഡ് ഗ്യാപ്പ് എനർജിയിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും 4,6 ഫാമിലിയിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലെഡ് സൾഫൈഡ്, അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 0.37 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. വേറൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ലെഡ് സെലിനൈഡ്. ലെഡ് സെലിനൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 0.27 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ വേറൊരു എലമെൻ്റ് എന്നത് ലെഡ് ടെലുനൈഡ്, അതിൻ്റെ എനർജി എന്ന് 0.29 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സോ ഇത് ഇത്രയും ലോ ആയിട്ടുള്ള ലോ ബാൻഡ് ഗ്യാപ്പ് എനർജിയിലുള്ള ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് 4,6 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ദേ ഹാവ് ഹൈ കാരിയർ മൊബിലിറ്റി. സോ മൊബിലിറ്റിയും അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയും ഡിപ്പെൻഡാണ്. ലോ മൊബിലിറ്റി അല്ലെങ്കിൽ ലോ ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ അതിൻ്റെ മൊബിലിറ്റിയും ഇതായിരിക്കും, അതിൻ്റെ ഡോപ്പിംഗ് പ്രോസസ്സൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതേസമയം വൈഡ് ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന സെമി കണ്ടക്ടേഴ്സിൻ്റെ ഡോപ്പിംഗ് പ്രോസസ്സ് ഈസ് ഡിഫിക്കൽട്ടാണ്, അതിൻ്റെ എക്സ്പെൻസീവ് ആണ്. സോ നമ്മൾക്ക് 4,6 ഈ 3 എലമെൻറ്റ്സിൻ്റെ ലോ ബാൻഡ് ഗ്യാപ്പിൽ വരുന്നതാണ്, അതിന് ഹൈ കാരിയർ മൊബിലിറ്റി ഉണ്ട്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻസ്. ഡയലക്ട്രിക് കോൺസ്റ്റൻസ് കൂടുതലായിരിക്കും ഈ സെമി കണ്ടക്ടേഴ്സിന്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ വരുന്നതാണ്. ഇതെല്ലാം മറ്റുള്ള എല്ലാ സെമി കണ്ടക്ടേഴ്സ്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് പറയുന്നത് പോലെ ഈ സെമി കണ്ടക്ടേഴ്സും ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ഫാമിലിയിൽ വരുന്നതാണ്. ഇത്രയുമാണ് നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അടുത്തത് പോയിൻറ്റ്സ്. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് കേസ് ഇസ് ദാറ്റ് ദേ ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളുടെ നോർമലായിട്ടുള്ള എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സും ഇതുവരെ പഠിച്ച ബാക്കി എല്ലാ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സും എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും. അതേസമയം ഈ 4,6 കോമ്പൗണ്ട്സിൽ വരുന്ന 4,6 കോമ്പൗണ്ട്സ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന ഈ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് ഈ 4,6 ഫാമിലിയിൽ വരുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എല്ലാം കാണിക്കുന്നത്. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ തെർമൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിലുള്ള സെമി കണ്ടക്ടർ ഡിവൈസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 4,6 കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ദെൻ സ്മോൾ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്. സ്മോൾ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ച ഡിസ്കസ് ചെയ്ത സെമി കണ്ടക്ടേഴ്സിലെല്ലാം തന്നെ ചെറിയ ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന മെമ്പേഴ്സ്. സോ അതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ഇൻഡിയം സെലിനൈഡ്, അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 0.17 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ഇൻഡിയം ആഴ്സനൈഡ് 0.36 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ലെഡ് സെലിനൈഡ് നമ്മൾ പറഞ്ഞു, ഇൻഡിയം ആൻറ്റിമോണൈഡാണ്. ലെഡ് സെലിനൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ 0.28 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ലെഡ് ടെലുറൈഡ് എന്ന് പറയുന്നത് 0.31 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ഗാലിയം
ആൻറ്റിമോണൈഡ് എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ലോ ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടേഴ്സ്, കോമ്പൗണ്ട് സെമികണ്ടക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇത്രയും കോമ്പിനേഷൻസ്, ഇത്രയും കോമ്പൗണ്ടാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ലോ ബാൻഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻഫ്രാറെഡ് ആപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. IR ഡിറ്റക്ടർ മാനുഫാക്ചറിന് വേണ്ടിയിട്ടത് യൂസ് ചെയ്യുന്നുണ്ട്. Then 1.6 micrometer 1 to 6 മൈക്രോമീറ്റർ IR ഡിറ്റക്ടറൊക്കെ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന മെയിൻ കോമ്പൗണ്ടാണ് ലെഡ് സൾഫൈഡും ലെഡ് സെലിനൈഡും. ഓക്കെ, ഇങ്ങനെയുള്ള ലോ ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന ഡിവൈസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത ഒരു റേഞ്ചിൽ വരുന്നത് വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിലുള്ള എലമെൻറ്റ്സ് ഒക്കെ വരുന്നത് എക്സാമ്പിളായിട്ട് നമുക്ക് കാർബൺ അല്ലെങ്കിൽ ഡയമണ്ട്, അതിൻ്റെത് 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ സിലിക്കൺ കാർബൈഡ് സെമി കണ്ടക്ടറാണ്, അതിൻ്റെത് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിലിക്കൺ കാർബൈഡിന് 2 സ്ട്രക്ചർ ഉണ്ട്, ഒരെണ്ണം 2.3 ഇലക്ട്രോൺ വോൾട്ടിൽ, ഒരെണ്ണം 3 ഇലക്ട്രോൺ വോൾട്ടിലുള്ളത്. സോ ഹെക്സഗണൽ ഷേപ്പിലുള്ള നമുക്കറിയാം സിലിണ്ടറിക്കൽ സോളിഡ് ജോമെട്രിയിൽ വരുന്ന ഒരു ജോമെട്രിക്കൽ ടൈപ്പാണ് ഹെക്സഗണൽ കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. ഹെക്സഗണൽ കോൺഫിഗറേഷനിലുള്ള ലാറ്റിസ് ആണെങ്കിൽ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂബിക് ലാറ്റിസ് സ്ട്രക്ചറുള്ള സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 2.3 ഇലക്ട്രോൺ വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ തന്നെ വൈഡ് ബാൻഡ് ഗ്യാപ്പിലുള്ള വേറൊരു എലമെൻ്റാണ് അലൂമിനിയം നൈട്രൈഡ്, 6.28 ഇലക്ട്രോൺ വോൾട്ട്, ഇൻ ദ ഓർഡർ ഓഫ് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ഗാലിയം നൈട്രൈഡ്, അതിൻ്റെ 3.44 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിങ്ക് സൾഫൈഡ്, അതിൻ്റേത് 3.66 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ വേറൊരു ആപ്ലിക്കേഷൻ സിങ്ക് സെലിനൈഡ് എന്ന് പറയുന്നത് 2.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെയൊക്കെ ഒരു വൈഡ് ബാൻഡ് ഗ്യാപ്പ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന എലമെൻറ്റ്സുമാണ്. സോ ഈ വൈഡ് ബാൻഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ മെമ്പേഴ്സ് ഡിവൈസസ് മാനുഫാക്ചർ ഫ്രം ദീസ് ഫാമിലി ദേ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് 120 മോർ ദാൻ 125 ഡിഗ്രി സെൽഷ്യസ്. സോ ഹൈ ടെമ്പറേച്ചർ ഡിവൈസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് വേറൊരു പോയിൻറ്റ്സ്, വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ വേറൊരു കുറച്ച് പോയിൻറ്റ്സ് പറയാനുള്ളത്, ഇതിൻ്റെ ഈ മെറ്റീരിയൽസൊക്കെ വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസിൽ പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് എവിടേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹൈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഈ ഡിവൈസിൻ്റെ ഒക്കെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. സോ നമുക്കറിയാം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവേർട്ടേഴ്സ്, അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ്, IGBTs ഒക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഫാമിലി എന്ന് പറയുന്നത് ഈ വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. സോ ഹൈ ടെമ്പറേച്ചർ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അടുത്തതൊന്ന് ഹൈ സാച്ചുറേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഹൈ സാച്ചുറേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇതിന് ഹൈ സാച്ചുറേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിരിക്കും. ഹൈ സാച്ചുറേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വെലോസിറ്റി, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, മൊബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിലെ ക്യാരിയേഴ്സിന് ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് എത്തുമ്പോൾ, പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് എപ്സിലോൺ E1 എന്ന് പറയുന്ന ഫീൽഡ് എത്തുമ്പോൾ വെലോസിറ്റി പിന്നെ കൂടാതെ വരും. അതിനാണ് സാച്ചുറേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മളിത് പിന്നീട് പഠിക്കുന്നതാണ് സാച്ചുറേഷൻ വെലോസിറ്റി. ഓക്കെ, സോ നമ്മൾ വൈഡ് ബാൻഡ് ഗ്യാപ്പിലുള്ള സെമി കണ്ടക്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ E1 വാല്യൂ, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ അങ്ങനെ വേറൊരു വാല്യൂവിലായിരിക്കും, E2 എന്ന് പറയുന്ന വലിയൊരു വാല്യൂവിലായിരിക്കും ഈ വെലോസിറ്റി, സേ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്സ്. അതിന് പകരം നമുക്ക് സേ 25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്സ്, മില്ലിമീറ്റർ പെർ സെക്കൻഡ് തുടങ്ങിയ മൊബിലിറ്റിയിൽ വലിയ ഹൈ വെലോസിറ്റിയിലുള്ള ഡിവൈസസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വൈഡ് ബാൻഡ് ഗ്യാപ്പ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. അതാണ് ഈ ഹൈ സാച്ചുറേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൈ ബാൻഡ് വിഡ്ത്ത് ഡിവൈസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈഡ് ബാൻഡ് ഗ്യാപ്പിലുള്ള സെമി കണ്ടക്ടേഴ്സ്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം.
അടുത്തൊരു എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഫീൽഡ്. ഹൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഫീൽഡ് ഓർ വോൾട്ടേജ്. നമുക്കറിയാം നമ്മൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർവേഡ് ഉണ്ട്, അതിങ്ങനെ പോകും. ദെൻ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഇതിൽ കൂടുതൽ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഡയോഡ് ബ്രേക്ക് ചെയ്യും. അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. സോ നോർമൽ നമ്മൾ സിലിക്കനായിട്ട് പഠിച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ ഒക്കെ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് 10 to 15 വോൾട്ടേജ് ആയിരിക്കും. സോ നമ്മൾക്ക് ഒരു 10 to 15 കൂടുതലുള്ള ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുന്ന രീതിയിൽ ഒരു ഡിവൈസ്, സെമിക്കണ്ടക്ടർ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ, അതായത് വളരെ കൂടിയ ഒരു വോൾട്ടേജിൽ 50 വോൾട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് വോൾട്ട്സിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന ഒരു സെമിക്കണ്ടക്ടർ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വൈഡ് ബാൻഡ് ഗ്യാപ്പിലുള്ള കോമ്പൗണ്ട് സെമിക്കണ്ടക്ടേഴ്സ് ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നമുക്കെന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട്സിനെല്ലാം, ഈ കോമ്പൗണ്ട് സെമിക്കണ്ടക്ടേഴ്സിനെല്ലാം ഹൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി. ഫിസിക്കൽ കെമിക്കൽ സ്റ്റെബിലിറ്റീസൊക്കെ ഈ ഹൈ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിന് കൂടുതലായിരിക്കും. സോ ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഹൈ ബാൻഡ് ഗ്യാപ്പിലുള്ള സെമി കണ്ടക്ടേഴ്സ്, വൈഡ് ബാൻഡ് നൈട്രൈഡ്സും സിലിക്കൺ കാർബൈഡ്സ്, ഡയമണ്ട്സ്, ഇതൊക്കെ വൈഡ് ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സാണ്. അതൊക്കെ നമുക്ക് ഈ പർപ്പസിൽ ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ഉള്ളതും ഹൈ എഫിഷ്യൻസി ഉള്ളതും ഹൈ ബാൻഡ് വിഡ്ത്ത് ഉള്ളതും ഹൈ ബാൻഡ് ഗ്യാപ്പ് എനർജി ഉള്ള സെമി കണ്ടക്ടേഴ്സ് മെമ്പേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് അത്രയും അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്.